തെറ്റിദ്ധാരണകൾ നീക്കിയ അർജുന്റെ കുടുംബവും മനാഫും രണ്ട് കുടുംബത്തിലെയും അംഗങ്ങൾ തമ്മിൽ സാമൂഹ്യ പ്രവർത്തകരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് മഞ്ഞുരുകിയത്. വിവാദങ്ങൾക്ക് വിടയെന്നും പഴയതുപോലെ രണ്ട് കുടുംബവും ഒരുമിച്ച് പോകുമെന്നും മനാഫും ജിതിനും പ്രതികരിച്ചു. തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മലയാളികളെ ഏറെ ധർമ്മസങ്കടത്തിലാക്കിയ അർജുന്റെ കുടുംബവും മനാഫും തമ്മിലെ തർക്കത്തിന് വിരാമം. അർജുന്റെ വീട്ടിലെത്തി മനാഫും കുടുംബാംഗങ്ങളും പരസ്പരം സംസാരിച്ച് തെറ്റിദ്ധാരണകൾ നീക്കുകയായിരുന്നു. അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായ സാമൂഹ്യ പ്രവർത്തകരായ നൌഷാദ് തെക്കേൽ, വിനോദ് മേക്കോത്ത് തുടങ്ങിയവരുടെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ച. ഒരു കുടുംബത്തെ പോലെ ഇനിയും മുന്നോട്ട് പോകുമെന്ന് മനാഫ് പറഞ്ഞു. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത്. ഈ തർക്കത്തിന്റെ പേരിൽ തന്നെ സംഖ്യ എന്നിവരെ പലരും ചിത്രീകരിച്ചെന്ന് ജിതിൻ പറഞ്ഞു. ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാൻ സംഖ്യപ്പട്ടം, പിന്നെ ഒരു എന്താ പറയാ, ഒരു വർഗീയ തലത്തിലുള്ള ആള്, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറെ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ. അർജുന്റെ സഹോദരി അഞ്ജുവും സഹോദരൻ അഭിജിത്തും മനാഫിന്റെ സഹോദരൻ മുബീനുമടക്കം രണ്ട് കുടുംബങ്ങളിലെയും അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. അർജുന്റെ സംസ്കാരം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനമാണ് വിവാദത്തിന് തുടക്കമിട്ടത്. മനാഫിനെതിരെ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി മനാഫും രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിലെ ആക്രമണത്തിനെതിരെ അർജുന്റെ കുടുംബം പോലീസ് നൽകിയ പരാതിയിൽ മനാഫിനെതിരെ പോലീസ് കേസെടുത്തതും തർക്കത്തിന് പുതിയ മാന നൽകി. അർജുന്റെ കുടുംബം മനാഫിനെതിരെ മൊഴി നൽകാത്തതിനെ തുടർന്ന് കേസിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാൻ പോലീസും തീരുമാനിച്ചിരുന്നു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.